സർവകൃപാലുവായ ദൈവം, സർവ്വ നന്മകളുടെയും ഉറവിടമായ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വന്ദനം ചെയ്തുകൊണ്ട് കർത്താവിന്റെ ആലോചന പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ. പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവത്തോടുള്ള സമത്വം ഉരിഞ്ഞുവെച്ച് മനുഷ്യരായി ഈ മണ്ണിൽ ഇറങ്ങി വന്ന കർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന വിധങ്ങളാ കഴിഞ്ഞ 3 ദിവസങ്ങളായി നാം ധ്യാനിച്ചു വരുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശത്തിന്റെ സമാപന ഭാഗത്തേക്ക് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുക. തിരുവചനം എന്താ പറയുന്നത്? 121 സങ്കീർത്തനം 7-ാമത് വാക്യം, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. കർത്താവ് അരുളി ചെയ്ത ഈ വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടിയ, മഹാദൈവം അരുളി ചെയ്ത ഈ വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടിയ ദൈവപുത്രൻ ഇറങ്ങി വന്നത് ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതികളായ നിന്നെയും എന്നെയും സംരക്ഷണ ചെയ്യാനത്രേ ദൈവപുത്രൻ വന്നത്. ഒരു ദോഷവും തട്ടാതെ നമ്മെ പരിപാലിക്കുന്ന ക്രിസ്തു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരിക്കൽ സുവിശേഷീകരണ ദൗത്യത്തിനായി അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, മർക്കോസ് 16:15 മുതൽ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. മാനവകുലത്തെ രക്ഷിക്കാനായി ഭൂമിയിലിറങ്ങി വന്ന കർത്താവ് ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം തന്റെ ശിഷ്യന്മാരെ ഈ സദ്വർത്താനം അറിയിക്കാൻ കമ്മീഷൻ ചെയ്യുകയാണ്. 15-ാം അധ്യായത്തിൽ കമ്മീഷൻ ചെയ്തുകൊണ്ട് അയക്കുന്നു, സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം. 16-ാം വാക്യത്തിൽ സുവിശേഷത്തിന്റെ അടിസ്ഥാനം പറയുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും. 17-ാം വാക്യം സുവിശേഷകന്റെ അതോറിറ്റി പ്രഖ്യാപിക്കുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം തന്നാ അയക്കുന്നത്. 18-ാം വാക്യം സുവിശേഷകർക്കുള്ള പ്രൊട്ടക്ഷൻ കാണാം, മരണകരമായി യാതൊന്നു കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിനൊരു അതോറിറ്റിയുണ്ട്, അവനൊരു പ്രൊട്ടക്ഷനുണ്ട്. യേശു പറയുന്നു, നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ഇത് ആദിമനുഷ്യനായി ആദാമിനുണ്ടായിരുന്ന അധികാരമാണ്. അവൻ സകലത്തെയും വാഴാൻ അധികാരം ലഭിച്ചവനായി. എന്നാൽ പാപം നിമിത്തം തൻ ദൈവതേജസ് നഷ്ടമാക്കിയപ്പോൾ മൃഗങ്ങൾ അവന് കീഴടങ്ങാൻ തയ്യാറായില്ല. കുഞ്ഞേ, നിന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും നിന്റെ നേരെ നിൽക്കാൻ പറ്റത്തില്ല, ഒന്നും നിന്റെ നേരെ തലപൊക്കത്തില്ല. എന്നാൽ കർത്താവ് നൽകിയ കൃപ നഷ്ടമാക്കിയാൽ ഞാഞ്ഞൂലും തലപൊക്കി പത്തി വിരിച്ച് നിന്റെ നേരെ നിൽക്കും. അത് മറക്കരുത്. നമ്മുടെ യുവജനം പരിശോധിക്കുമ്പോൾ സകല ജീവജാലങ്ങളിലും ആദ്യം മനുഷ്യന്റെ ശത്രുവായിട്ട് തലപൊക്കിയത് സർപ്പമാണ്. ഇവിടെ കർത്താവ് അതോറിറ്റി നൽകുകയാ, ആ സർപ്പത്തെ പിടിച്ചെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകും. ഏദനിൽ നിന്ന് കണ്ണുനീരോടെ പടിയിറങ്ങുമ്പോൾ ആദ്യം മാതാപിതാക്കൾ കേട്ട ശാപത്തിന്റെ വാക്കെന്താ? നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, അവർ നിന്റെ സന്തതിയുടെ കുതികാൽ തകർക്കും, നിങ്ങൾ തമ്മിൽ സദാകാലം വൈരമുണ്ടായിരിക്കും. ആ വൈരം അവസാനിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ഒന്നുകിൽ ഒത്തുതീർപ്പാകണം, അല്ലെങ്കിൽ ഒരുവൻ മറ്റവനെ കീഴ്പ്പെടുത്തണം. ക്രിസ്തുയേശു കാൽവറിയിൽ സർപ്പത്തിന്റെ തല തകർത്തു, അവന്റെ ആയുധ വർഗം വെപ്പിച്ചു, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ശേഷം ദൈവോത്രം പറയുന്നു, കുഞ്ഞുങ്ങളെ, ഇനി ഈ സർപ്പത്തെ നീ പേടിക്കേണ്ട കാര്യമില്ല, സർപ്പത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. സ്തോത്രം. ഞാൻ നിനക്ക് അധികാരം തരുക, സർപ്പങ്ങളെ പിടിച്ചെടുക്കാൻ ഞാൻ നിനക്ക് അധികാരം തരും. സർപ്പങ്ങൾ ഇനി നിനക്ക് കേടുവരുത്തത്തില്ല, കാരണം നീ സ്വർഗീയ സംരക്ഷണ വലയത്തിനുള്ളിൽ കഴിയുന്നവനാ. മരണകരമായി യാതൊന്നു കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല, കാരണം ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു. എന്റെ പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിന്റെ രക്തക്കോട്ടയിൽ മറഞ്ഞിരിക്കുന്ന ജീവിതമേ, ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവർ അവരുടെ സേവാമൂർത്തികളെ നിയോഗിച്ചു നിന്റെ നേരെ അയച്ചാലും വിശുദ്ധൻ വിളിച്ചു പറയും, ഒരു ദോഷവും തട്ടാതെ എന്നെ പരിപാലിക്കുന്ന ദൈവം ജീവിക്കുന്നു. യോഹന്നാൻ 3:5 നോക്കണം. 1 യോഹന്നാൻ 3:5. പാപങ്ങളെ നീക്കുവാനത്രേ അവൻ പ്രത്യക്ഷനായത്. യേശു എന്തിനാ പ്രത്യക്ഷനായത്? പാപങ്ങളെ നീക്കാനാ. എന്നാൽ പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായ ക്രിസ്തു നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന മഹാദൈവമാണ്. അവൻ
അവൻ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. വരുമെന്നല്ല മക്കളെ, വിശ്വസിച്ചാൽ വന്നുമിരിക്കുന്നു. ഇപ്പോഴും അടിപ്പിണരുകളിൽ നിന്നും സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ജീവിതമേ, യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പ്രഭാതത്തിൽ നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ വേദന മാറ്റാൻ, സർജറി ഒഴിവാക്കി വിടുതൽ നൽകുവാൻ അടിപ്പിണരുകളിൽ നിന്നും ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കു കുഞ്ഞെ, കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ സൗഖ്യമാക്കാൻ കർത്താവിന്റെ കരം ചലിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹൃദയ സംബന്ധമായ രോഗം, ആ രോഗം നിമിത്തം വെന്റിലേറ്ററിൽ കഴിയുന്ന ഭർത്താവിനെ ഓർത്ത് കരയുന്ന സഹോദരി, അടിപ്പിണരുകളിൽ നിന്നും പുറപ്പെടുന്ന ശക്തി നിന്റെ പ്രിയപ്പെട്ടവര് സൗഖ്യം പ്രദാനം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു, വിടുതൽ വ്യാപരിക്കുന്നു. ദീർഘനാളായി ചുറ്റിവരിഞ്ഞു നിൽക്കുന്ന രോഗാത്മശക്തികളെ ദഹിപ്പിച്ചു കളയാൻ ക്രിസ്തുവിന്റെ ശക്തി നിന്റെ മേൽ വരികയാൽ. ഹല്ലേലൂയ. കുഞ്ഞെ, നീ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ രോഗത്തിന്റെ പിടിയിൽ നിന്നെ സ്വതന്ത്രനാക്കാൻ ക്രിസ്തുവിന്റെ തിരുമുറിവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി നിന്റെ മേൽ വരികയാണ്. ദൂതേറ്റെടുക്കുന്നവർ വിടുതൽ ശരീരത്തിൽ അനുഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിവേഗം സഞ്ചരിക്കുന്ന വചനം കാര്യം സാധിക്കുന്നതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും തുളച്ചു ചെല്ലുന്ന വചനത്തിന്റെ ശക്തി അവൻ നിന്റെ ഹൃദയത്തിന്റെ വാൽവുകളിൽ തടസ്സം സൃഷ്ടിക്കുന്ന ബ്ലോക്കുകളെയും തുളച്ചു മാറ്റാൻ ശക്തിയുള്ളതാണെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ശരീരത്തിൽ കത്തിവെക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. കുഞ്ഞെ, രോഗാണുക്കൾ വിതയ്ക്കുന്ന രോഗം മാത്രമല്ല, രോഗാത്മാവ് നൽകുന്ന രോഗബാധകളിൽ നിന്നും ക്രിസ്തു നിന്നെ സംരക്ഷിക്കും. വചനം പറയുന്ന ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ അടുത്തു വരത്തില്ല. പിന്നല്ലേ നിന്നെ തൊടുന്നത്? നിന്റെ കൂടാരത്തിന് അടുത്തു വരത്തില്ല. കാരണം നിന്റെ പരിപാലകൻ മയങ്ങുന്നവനല്ല. കണ്ണിമച്ചിമ്മാതെ തന്റെ മക്കളെ സംരക്ഷിക്കുന്ന കർത്താവ് നിന്നെ കൺമണി പോലെ സംരക്ഷിക്കും. നിന്റെ തലമുറ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ അവരെ ചുറ്റി പരിപാലിക്കുന്ന സംരക്ഷകൻ ഒരു നാളും കൈവിടുന്നവനല്ല കുഞ്ഞെ. അവൻ നിന്നെ ഒരു ദോഷവും തട്ടാതെ വണ്ണം സംരക്ഷിക്കും. അതിനുവേണ്ടിയാ ദൈവത്വം നീ മണ്ണിൽ ഇറങ്ങി വന്നത്. പ്രിയ സഹോദരി, ഇനി നീ നിരാശയുടെ വാക്ക് പറയരുത്. വിശ്വാസത്തോടെ വിളിച്ചു പറ, ഒരു ദോഷവും തട്ടാതെ എന്നെ പരിപാലിക്കും എന്റെ കർത്താവ്. എന്റെ പ്രിയപ്പെട്ടവന്റെ പ്രാണനെ പരിപാലിക്കും. ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും അവൻ. ഹല്ലേലൂയ. ചിലർ നിന്റെ വീട്ടിൽ വന്ന് പറഞ്ഞതാ, അവര് ദോഷം ചെയ്തിട്ടുണ്ട്, ഇവർ ദോഷം ചെയ്ത്, ഇവർ നേർച്ച കൊടുത്തിട്ടുണ്ട്, ഏതാണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയുന്ന പ്രവാചകനോട് നീ പറയണം, ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കുന്ന ക്രിസ്തുവിലെയാ ഞാൻ വിശ്വസിക്കുന്നത്. വരുത്തുപോക്കുണ്ട്, കൈവശമുണ്ട്, ആഭിചാരമുണ്ട്, ബന്ധനമുണ്ട്, പോരുകളുണ്ടെന്ന് പറയുമ്പോൾ മക്കളെ, നീ വിശ്വാസത്തിൽ വിളിച്ചു പറയണം, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എന്നെ സംരക്ഷിക്കുന്ന ക്രിസ്തു ജീവിക്കുന്നു. ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ കാത്തു പരിപാലിക്കുന്ന കർത്താവ് ജീവിക്കുന്നു. അവനെന്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകത്തില്ല. ഇവിടെവരെ തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ രക്തക്കോട്ടയിൽ മറഞ്ഞിരിക്കുന്ന നിനക്ക് ഒരു ദോഷവും വരത്തില്ലെന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യാനത്രേ ദൈവപുത്രൻ വന്നത്. ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാരെ രക്ഷാദൌത്യമായി നിയോഗിച്ചയച്ചപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു. മത്തായി 10 അവൻ 9-10 വാക്യങ്ങൾ. സ്തോത്രം. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും ഒന്നും കരുതരുത്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നല്ല, ആഹാരത്തിന് യോഗ്യനല്ലോ എന്ന് പറഞ്ഞാൽ, സുവിശേഷം അറിയിക്കാൻ നീ പോകുമ്പോൾ സുവിശേഷം മാത്രം കൊണ്ടുപോയാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം സുവിശേഷം തരും. സുവിശേഷം പറയാൻ നിന്നെ അയക്കുന്നവൻ തരും. കർത്താവ് പറഞ്ഞത് കേട്ട് അവര് പോയി. ചില കാലത്തിനു ശേഷം കർത്താവ് അവരോട് ചോദിച്ചു. ലൂക്കോസ് 22:35 വായിക്കണം. ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവുണ്ടായോ? അവര് മറുപടി നൽകി, ഒരു കുറവുണ്ടായില്ല. മക്കളെ, ദൈവകൽപ്പന അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അന്ന് നിന്റെ മനസ്സിൽ തോന്നി, ദൈവമേ, ഇതെന്നെ എവിടെ കൊണ്ടെത്തിക്കും? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും? സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിയിട്ട് തോറ്റു തലവാഴ്ച മടങ്ങിച്ചെന്നാൽ തിരുനാമത്തിന് അപമാനമായി തീരും. വീട്ടുകാരും നാട്ടുകാരും എന്നെ അപമാനിക്കുമല്ലോ. അന്ന് നിന്നെ മഹാദൌത്യത്തിനായി പറഞ്ഞയച്ചവൻ അഭിഷിക്തനെ ഇന്ന് നിന്നോട് ചോദിക്കുന്നു, ഞാൻ അന്ന് നിന്നെ പറഞ്ഞയച്ചപ്പോ എന്തെങ്കിലും കുറവുണ്ടായോ? നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങിയോ? അവരുടെ ഭാവി തകർന്നുപോയോ? നിന്റെ പരാജയം കണ്ട് ചിരിക്കാൻ മറ്റുള്ളവരെ ദൈവം അനുവദിച്ചോ?
ശ്രേഷ്ഠന്മാർ മാനിക്കുന്ന നിലയിൽ ഞാൻ നിന്നെ കൊണ്ടെത്തിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലത്തെ നോക്കി വിശ്വാസത്താൽ പറഞ്ഞാട്ടെ, ഒരു ദോഷവും തട്ടാതെ വണ്ണം എന്നെ പരിപാലിക്കുന്ന ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ വെറും കൈയായി പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഇല്ല കർത്താവേ, ഒരു കുറവും വന്നില്ല, ഒരു കുറവും വന്നില്ല. എന്തിനാ ദൈവത്തിന് ഇറങ്ങി വന്നത്? അവൻ നിന്റെ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ, നീ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിരുന്നെങ്കിൽ ക്രിസ്തു ക്രൂശിൽ മരിക്കാൻ ഇറങ്ങി വേണ്ടണ്ടായിരുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാനാ ഞാൻ വന്നത്. നിന്റെ കരം ശൂന്യമായാലും വഴികളെല്ലാം അടഞ്ഞാലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടാലും ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കാനാ ഞാൻ ഇറങ്ങി വന്നത്. സ്തോത്രം. സ്വർഗീയ മഹിമകൾ വെടിഞ്ഞ് ഇറങ്ങി വന്ന ക്രിസ്തു അടയാളങ്ങൾക്ക് തുടക്കം കുറിച്ചത് എവിടെയാ? കാനാവിലെ കല്യാണ വീട്ടില. അത് നമുക്കറിയാം. അവിടെ യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറഞ്ഞാൽ മതിയാകത്തില്ല. ദൈവത്തിന് അത് ചെയ്തത് വരുന്നവർക്കെല്ലാം കുടിക്കാൻ കൊടുക്കണമെന്നുള്ളത് കൊണ്ടല്ല, ആ കുടുംബം നാണം കെടാതിരിക്കാനാ. കല്യാണത്തിന് വന്നവരെ കുടിപ്പിക്കാനല്ലെന്ന് പച്ചവെള്ളം വീഞ്ഞാക്കിയത്. ഈ ഭവനം അപമാനത്തിൽ തലകുനിക്കരുതെന്ന് അതാ കർത്താവ് ആഗ്രഹിച്ചത്. യേശു ക്രിസ്തു അവരുടെ നിന്ന മാറ്റുകയായിരുന്നു, അവരുടെ കുറവ് പരിഹരിക്കുകയായിരുന്നു, ആക്ഷേപം വരാനുള്ള വഴി അടച്ചു കളയുകയായിരുന്നു. കുഞ്ഞെ, നിന്റെ നിന്ന മാറ്റാൻ വേണ്ടിയാ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. നിന്റെ കുറവുകൾ പരിഹരിക്കാനാ യേശു ഇറങ്ങി വന്നത്. സ്തോത്രം. സമ്പത്തിന്റെ കുറവ് അവൻ പരിഹരിക്കും, ആരോഗ്യത്തിന്റെ കുറവ് പരിഹരിക്കും, ബുദ്ധിയുടെ കുറവ് പരിഹരിക്കും. മക്കളെ, നിന്റെ കുടുംബ ജീവിതത്തിലെ സന്തോഷത്തിന്റെ കുറവ് അവൻ പരിഹരിക്കും. അതിനുവേണ്ടിയാ ക്രിസ്തു ഇറങ്ങി വന്നത്. യേശുവിന്റെ നാമത്തിൽ ദൂതന്മാരെ സംരക്ഷണ ചെയ്യാനല്ല ദൈവപുത്രൻ വന്നത്. ദൂതന് കുടുംബഭാരം ചുമക്കേണ്ട, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണ്ട, പെട്രോൾ അടിക്കണ്ട, പെണ്ണിനെ കെട്ടിക്കണ്ട. ദൂതന്മാർക്ക് ഈ ആവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ മക്കളെ, നിനക്കിതെല്ലാമുണ്ട്. നിന്റെ ആവശ്യങ്ങൾ, തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ യേശുവിനറിയാം. മക്കളെ, നിന്റെ വിശപ്പ് അവനറിയാം, നിന്റെ വേദന അവനറിയുന്നു, നിന്റെ മനസ്സിന്റെ ഭാരം അവൻ അറിയുന്നു. യേശു പറയുന്നു, കുഞ്ഞെ, ഞാൻ ഇറങ്ങി വന്നത് നിന്റെ സകല ആവശ്യങ്ങളും നിറവേറ്റി നിന്നെ സംരക്ഷിക്കാനാ. പൂർണ്ണമായി രക്ഷിക്കാൻ പ്രാപ്തനായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും സംരക്ഷിക്കാൻ കഴിവുള്ളവനെന്നാ അതാതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, റോമർ 8:31, ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു, നിന്നെ തെരഞ്ഞെടുത്ത് നീതീകരിച്ച് വിശുദ്ധീകരിച്ച് തേജസ്സിലേക്ക് നടത്തുമ്പോൾ ഒരർഹത ഉണ്ടായിട്ടല്ല. സ്തോത്രം, സ്തോത്രം. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു, അവൻ നിന്നെ നീതീകരിച്ചു, നിന്നെ വിശുദ്ധീകരിച്ചു, ഇനി നിന്നെ തേജസ്സിലേക്ക് നടത്തുകയാ. എന്നിട്ടും നമ്മൾ ഓരോ പരാതി പറയുമ്പോൾ പത്രോസ് ചോദിക്കുന്നു, പൗലോസ് ചോദിക്കുന്നു, ഇത് സംബന്ധിച്ച് ഞാൻ എന്തു പറയേണ്ടു? ഈ പ്രതികൂലങ്ങളെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? ജരുക്കങ്ങളെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? പ്രയാസങ്ങളെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, കുഞ്ഞെ, ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ ആരാ പ്രതികൂലമായി നിൽക്കുന്നത്? ഏത് ശക്തിയാ പ്രതികൂലമായി നിൽക്കുന്നത്? ഓമന പുത്രനെ നിനക്ക് വേണ്ടി തന്നെങ്കിൽ അവൻ വേറെന്താ മക്കളെ നിനക്ക് തരാത്തത്? നിനക്ക് വേണ്ടി ചെയ്തു തരാത്തത്, നിനക്ക് നിവർത്തിച്ചു തരാത്തതായി വേറെ എന്തുണ്ട്? ഹല്ലേലൂയ. നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരാൻ, ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായി തീർത്തരുവാൻ എന്റെ ദൈവത്തിന് മനസ്സാ. രക്ഷാനിർണയം പ്രാപിച്ച ജീവിതമേ, ഇന്ന് പുലരിയിലും കർത്താവിന് നിന്നോട് ചോദിക്കാനുള്ളത് ഇതാ. ഇത് സംബന്ധിച്ച് ഇനി എന്താ നിങ്ങളോട് പറയേണ്ടത്? ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആരാ കുഞ്ഞെ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നത്? സ്വന്തം പുത്രനെ നിനക്ക് വേണ്ടി തന്നെങ്കിൽ മറ്റെന്താ കുഞ്ഞെ ദൈവം നിനക്ക് തരാത്തത്? കർത്താവിന് മഹത്വം. എന്തിനാ യേശു ഭൂമിയിൽ വന്നത്? പത്രോസ് പറയും, എന്റെ ശൂന്യത പരിഹരിക്കാനാ, എന്റെ ഒഴിഞ്ഞ പടകിനെ നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടിയാ ദൈവപുത്രൻ ഇറങ്ങി വന്നത്. അത്യധ്വാനം ചെയ്തിട്ടും നിന്റെ പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ സഹോദരാ, നിന്റെ പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ, പിതാവേ, നീ വേല ചെയ്യുന്നുണ്ട്, അത്യധ്വാനം ചെയ്യുന്നുണ്ട്, ഈ മാസം തരാം, അടുത്ത മാസം തരാം, നീട്ടി കൊണ്ടുപോവുക, നിന്റെ പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഉയർന്നിരിക്കാൻ സമ്മതിക്കത്തില്ല. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന് തിരുവായി മൊഴിഞ്ഞവൻ ഇറങ്ങി വന്ന് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും പ്രതിഫലം കിട്ടാതെ നിരാശപ്പെട്ടവന്റെ പടകിൽ
ഹല്ലേലൂയ. നന്മ നിറച്ചെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തും. നിന്റെ അധ്വാന ഫലം നിന്റെ കൈകളിലെത്തും. അത്യധ്വാനം ചെയ്തിട്ടും പ്രതിഫലം കിട്ടാതെ വരണ്ട അനുഭവത്തിൽ ജീവിക്കുകയാണോ? കർത്താവ് നിന്റെ സ്ഥിതി മാറ്റാനാ ഇന്ന് പുലരിയിൽ നിന്റെ അരികിലിറങ്ങി വന്നിട്ടുള്ളത്. ഒരിക്കല് നമ്മുടെ കർത്താവ് ദൈവാലയത്തിൽ ചെന്നു. അവിടെ വലത് കൈ വരണ്ടുപോയ ഒരു മനുഷ്യനെ കണ്ടു. നന്മ അനുഭവിക്കാൻ കഴിയാതെ വരണ്ടുപോയ കൈ, അനുഗ്രഹം വാങ്ങാൻ കഴിയാതെ വരണ്ടുപോയ കൈ, ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വരണ്ടുപോയ കൈ. എല്ലാവരും പറഞ്ഞു അവന്റെ കൈ കൊണ്ടൊരു നന്മയുണ്ടാകത്തില്ല, അപ്പന്റെ കൈ നന്മയുണ്ടാക്കിയിട്ട് അവന്റെ മക്കൾക്ക് ഗുണം വരത്തില്ലെന്ന്. ആമേൻ, ഹല്ലേലൂയ. ലോകം പറഞ്ഞു. കർത്താവ് അവനെ ജനത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി. അവന്റെ വരൾച്ചയെ മാറി, സ്തോത്രം, മാറ്റി. ഹല്ലേലൂയ. വരണ്ടുപോയ വലങ്കരമുയർത്തി അവൻ വിടുവിച്ചവനെ ആരാധിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അവന്റെ വരൾച്ചയെ മാറ്റി. മക്കളെ, കർത്താവ് ഈ മണ്ണിലിറങ്ങി വന്നത് നിന്റെ വരൾച്ച മാറ്റാൻ വേണ്ടിയാ. തിരുവചനം പറയുന്നു, യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. നിന്റെ വീട് ജപ്തി ചെയ്യാൻ ദൈവം സമ്മതിക്കത്തില്ല മക്കളെ. നിന്നെ അവൻ വഴിയാധാരമാക്കത്തില്ല. നിന്റെ മക്കൾ തെണ്ടി നടക്കാൻ അവൻ സമ്മതിക്കത്തില്ല. നീ പിച്ചച്ചട്ടി എടുക്കാൻ കർത്താവ് അനുവദിക്കത്തില്ലെന്ന്. ദൈവത്തെ ആരാധിക്കുന്ന കരം കൊണ്ട് നീ നന്മയ്ക്കായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ക്രൈസ്തവരോട്, എന്റെ കുഞ്ഞുങ്ങളെ, ദൈവം നിന്റെ ദാരിദ്ര്യം കണ്ട് സന്തോഷിക്കുന്നവനല്ല, നിന്റെ ഇല്ലായ്മ കണ്ട് ആനന്ദിക്കുന്നവനല്ല, തന്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്നവനാ. നമ്മെ രക്ഷിക്കാൻ ഇറങ്ങി വന്ന ക്രിസ്തു. അവൻ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. കൂടാരവാസിയായിരുന്ന യാക്കോബ് അമ്മ പൊതിഞ്ഞു കെട്ടിക്കൊടുത്ത ആഹാരവുമായിട്ട് നാട് വിട്ട് ഓടുകയാ. കൂടാരം വിട്ടുപിരിയാതെ അമ്മയോടൊപ്പം കഴിഞ്ഞവനാ. കൂടാരവാസിയായിരുന്നു. എപ്പോഴും അമ്മയോടൊപ്പം നിൽക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്, ആഹാരത്തിന് മുട്ടുവരത്തില്ല. എന്നാൽ അവൻ സഹായിക്കാൻ ആരുമില്ലാതെ നാടുവിട്ട് ഓടിപ്പോകുമ്പോൾ യാക്കോബിന്റെ മനസ്സിലെ ചോദ്യം എന്തായിരിക്കും? കർത്താവേ, ഇന്ന് കഴിക്കാൻ ആഹാരമുണ്ട്, ഇനി എനിക്ക് ആഹാരം തരും. അവൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് കഴിക്കാൻ ഭക്ഷണവും ധരിക്കാൻ വസ്ത്രവും തന്ന് സൗഖ്യത്തോടെ മടക്കി വരുത്തണം. 20 വർഷം, ഒന്നും രണ്ടുമല്ല, 20 വർഷം അമ്മയിൽ നിന്ന് അകന്നു കഴിഞ്ഞിട്ടും യാക്കോബ് ഒരിക്കൽ പോലും പട്ടിണികൾ എന്തായിട്ട് വായിക്കുന്നില്ല. തന്റെ കുഞ്ഞുങ്ങളുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന കർത്താവ് ജീവിക്കുന്നു. ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചതും മക്കളെ നിന്നെ സംരക്ഷിക്കാന്. വെള്ളമില്ലാതെ വരണ്ടുണങ്ങി മരുഭൂമിയിലും അവൻ നിന്നെ സംരക്ഷിക്കും. അലറി മറിയുന്ന കടലിന്റെ നടുവിലും ദൈവം തന്റെ മക്കളെ സംരക്ഷിക്കും. സിംഹത്തിന്റെ ഗുഹയിലും തീച്ചൂളയുടെ നടുവിലും പത്മോസിലെ ഏകാന്തതയിലും രോഗക്കിടക്കയിലും പരമവൈദ്യൻ നിന്നെ സംരക്ഷിക്കും. ജീവിതത്തിന്റെ ഏതു സാഹചര്യത്തിലും മക്കളെ അവൻ തന്റെ മക്കളെ സംരക്ഷിക്കുന്നവനാ നല്ല കർത്താവ്. അതുകൊണ്ടാ താൻ സ്മുർണയിലെ സഭയോട് പറയുന്നത്, വെളിപ്പാട് 2:10, നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. 10 ദിവസമേ നിനക്ക് കഷ്ടമുള്ളൂ, അതിനപ്പുറം കഷ്ടം അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. ആ വാക്ക് വീണ്ടും വീണ്ടും പറയാൻ പരിശുദ്ധാത്മാവ് പ്രേരണ തരിക. കർത്താവ്, ഈ പ്രതികൂലം എന്ന് തീരുമെന്ന് ഭാരപ്പെടുന്ന ജീവിതമേ, കർത്താവ് നിന്നെ ചേർത്ത് പിടിച്ച് പറയുക, നിനക്ക് സഹിക്കാനുള്ളത് പേടിക്കേണ്ട മക്കളെ. ദൈവം നിനക്കൊരു കഷ്ടത അനുവദിക്കുന്നെങ്കിൽ അതിനൊരു ബിഗിനിങ് ഡേറ്റ് ഉള്ളതുപോലെ ക്ലോസിംഗ് ഡേറ്റും വെച്ചിട്ടുണ്ട്. നിനക്ക് സഹിക്കാനുള്ളത് പേടിക്കേണ്ട. ഈ വാക്ക് വീണ്ടും പറയട്ടെ, പരിശുദ്ധൻ പറയുക, നീ പേടിക്കേണ്ട മക്കളെ. നീ ചിലതിനെ ഭയക്കുന്നു, എന്തു സംഭവിക്കുന്നറിയാതെ നിന്റെ ഹൃദയം പെടയ്ക്കുന്നു. സംരക്ഷകൻ പറയുന്നു, നിനക്ക് സഹിക്കാനുള്ളത് പേടിക്കേണ്ട. ഈ കഷ്ടതയ്ക്ക് ഞാൻ അറുതി നിശ്ചയിച്ചിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് മുതൽ നീ എണ്ണിക്കോ. 10 ദിവസമേ നീ കഷ്ടത സഹിക്കേണ്ടി വരികയുള്ളൂ. കർത്താവിന്റെ ആലോചനയാണ് ഇത്. എന്നെ കൊണ്ടേ പോകത്തുള്ളെന്ന് പറയരുതേ, ചത്താലെ മാറത്തുള്ളെന്ന് പറയരുതേ. നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. ഈ മണ്ണിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം നൽകിത്തരുന്നു ദൈവപുത്രനാ പറയുന്നത്. നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. സകലവും ചെയ്യാൻ കഴിവുള്ളവനാ പറയുന്നത്. നീ സഹിക്കാനുള്ളത് പേടിക്കേണ്ട. ഞാൻ ഇറങ്ങി വന്നത് നിന്നെ വിടുവിക്കാൻ വേണ്ടിയാ. ഈ മണ്ണിൽ ജീവിക്കാൻ വേണ്ടതെല്ലാം നൽകിത്തരുന്ന അവൻ ദൈവപുത്രൻ പറയുന്നു, ഞാൻ ഇറങ്ങി വന്നത് അതിനുവേണ്ടി മാത്രമല്ല, നിനക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്കു സ്നേഹിച്ചു. ലോകത്തെ എന്ന് പറയുമ്പോൾ മക്കളെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നിന്നെയും എന്നെയും അത്രമാത്രം സ്നേഹിച്ചു. എന്റെ കുഞ്ഞെ, നീ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാ പുത്രനെ തന്നത്. ഇനിയുള്ള ദിനങ്ങൾ നമുക്ക് കർത്താവിനോടൊപ്പം ചെലവഴിക്കാം കുഞ്ഞുങ്ങളെ. യേശുവിനെ ആരാധിച്ച് ജീവിക്കാം. കർത്താവിന്റെ വചനം വായിച്ച് ധൈര്യപ്പെടാം. വിശുദ്ധിയിൽ തികഞ്ഞവരായി നിൽക്കാം.
അതിനായി എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വലിയ സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. നമ്പർ ഇതാണ് 9072141834. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും നമുക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് കൂടാമല്ലോ. അതുവരെ കൃപയുടെ കരങ്ങളിൽ സുരക്ഷിതരാകാം. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.